വെൽക്കം ടു ട്രൈഡ്രൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് പല തവണ താഴോട്ടേക്ക് വീണ്ടും ആ ഏരിയയിലേക്ക് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒരിക്കൽ ബ്രേക്ക് തന്ന് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലുകൊണ്ട് ബ്രേക്ക് തന്ന് മിനിഞ്ഞാന്നത്തെ ക്യാൻഡിൽ, അതായത് 2 ദിവസം മുന്നത്തെ ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തു. ഇന്നലെ അതിനൊരു കണ്ടിന്യൂവേഷൻ കിട്ടി. ഇന്നിപ്പോൾ അതിനൊരു കണ്ടിന്യൂവേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയ ഓൾ ടൈം ഹൈ ആണ്. അവിടെ നിന്നൊരു സപ്ലൈ നടന്നതാണ്. അതിവിടേക്കും ഒരു ക്യാൻഡിൽ കയറി അവിടെ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷമാണ് താഴോട്ടേക്ക് പിറ്റത്തെ ക്യാൻഡിൽ ഇറങ്ങി വന്നത്. വീണ്ടും മാർക്കറ്റ് അവിടേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇന്ന് US ഡോളറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ന്യൂസുകളൊന്നുമില്ല. US ഡോളറിൽ വരുന്ന ന്യൂസുകളാണ് ഗോൾഡിനെ ബാധിക്കുക. എനിവേ, മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ കീപ്പ് ചെയ്താണ് മൂവ് ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാത്തിൽ ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ന്യൂസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 4 അവറിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടേക്കാണ് കാണുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് അവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എനിവേ, താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഓൾറെഡി നമ്മൾ അതിന് തൊട്ട് മുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ ഇപ്പോൾ തൽക്കാലം 4 അവറിൽ വിസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കീ ഏരിയ കാണുന്നുണ്ട്. മാർക്കറ്റ് നോക്കിയാൽ കാണാം, ഇവിടെ കുറച്ച് നേരം ഒരു കൺസോളേഷൻ നടന്നതിന് ശേഷം 2 തവണ അവിടെ നിന്ന് സപ്ലൈ നടന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു തവണ ഇവിടുന്ന് നടന്നിട്ടുണ്ട്, വീണ്ടും ഇവിടെ നിന്ന് തന്നെ നടന്നിട്ടുണ്ട്. ആ ഏരിയനെയാണ് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് താഴോട്ടേക്ക് നല്ലോണം ഇറങ്ങി വീണ്ടും മുകളിലോട്ട് പോയി ബ്രേക്ക് ഔട്ട് തന്നു. ഇപ്പോൾ ഇന്നലെയും മാർക്കറ്റ് അവിടേക്ക് വന്ന് ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എനിവേ, ഇത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആയിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാലും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. ആ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇനി ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലോ മറ്റോ വന്ന് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയെല്ലാം ഇംബാലൻസ് കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നത്. താഴോട്ടേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ, ഇതൊരു നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. 1 അവറിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. പ്ലസ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയ ഏരിയ. അപ്പോൾ ഇവിടെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ വലിയ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. 1 അവറിൽ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്ക് വന്നിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. 1 അവറിൽ നോക്കുന്ന സമയത്ത് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ എനിവേ, ഒരുപക്ഷെ റീടെസ്റ്റ് വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം നമുക്ക് എൻട്രി സാധ്യതകളും മറ്റൊക്കെ ഒന്ന് നോക്കാം. 50 മിനിറ്റ്സിൻ്റെ എൻട്രി സാധ്യതകളെ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ഇംബാലൻസിൽ നിന്ന് നല്ലൊരു വലിയ രീതിയിലൊരു റിയാക്ഷൻ കിട്ടുക അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഇംബാലൻസിലേക്ക് ഫസ്റ്റ് എത്താം. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, ഇവിടെ നിന്നൊരു ക്യാൻഡിൽ റിജക്ഷൻ കിട്ടുകയാണ്, അതുപോലെ ഒരു വലിയൊരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി വീണ്ടും എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈയുടെ താഴെ, ഇപ്പം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവൽ വരെയൊക്കെ ഒരു എൻട്രി കിട്ടാവുന്നതാണ്. താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു ക്യാൻഡിൽ റിജക്ഷൻ ആണ് പറയുന്നത്.
അല്ല ഇവിടെ നിന്ന് അതുപോലെ തന്നെ നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും ഒരു എൻട്രി ഉണ്ട്. അവിടെ നിന്നൊരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലൊക്കെ വെച്ചാൽ മതി. വലിയൊരു ടാർഗറ്റ് അല്ലാതെ ലെവലൊക്കെ വെച്ചാൽ മതി. ഇനി ഇവിടെ നിന്നും ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ഇംബാലൻസ് വരെ നമുക്ക് നോക്കാവുന്നതാണ്. ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഇംബാലൻസ് വരെ നോക്കാവുന്നതാണ്. ഒരു പക്ഷെ അത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക്, ഒരു കൺസോളേഷൻ നടന്ന ഏരിയയിലേക്ക് നടക്കാം. കാരണം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, പിന്നെ കൺസോളേഷൻ നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒന്ന് മുകളിലോട്ട് ബൈ എൻട്രി കിട്ടാം. ഒരു ബൈ എൻട്രി കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, താഴോട്ടേക്ക് ഇറങ്ങുകയാണ് മാർക്കറ്റ്, വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എവിടെയെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക. കാരണം ഒരു പക്ഷേ ഈ ഒരു ഏരിയയും കൂടി ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറെക്കുറെ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എനിവേ അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഏരിയകളെല്ലാം ഇവിടേക്ക് എത്തുന്ന സമയത്തൊക്കെ ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഇവിടെയൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്രയാണ് താഴത്തെ കാര്യം പറഞ്ഞു. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രി ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ ഇന്ന് മാർക്കറ്റിൽ വളരെ നല്ല എൻട്രീസ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നോക്കിയാൽ കാണാം, ഇന്നലെ നടന്നൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുത്തനെ ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പോൾ അതിനൊരു നല്ല രീതിയിലുള്ളൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പുൾ ബാക്ക് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ, ആ ഒരു ബേസ് ചെയ്തിട്ട് പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാർഗറ്റിലേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ട്രേഡ് എടുക്കുന്ന എല്ലാവരും അതൊന്ന് ഓർമ്മയിൽ ഇരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.